വെൽക്കം ടു JPM ട്യൂട്ടോറിയൽ. കേരള സ്റ്റേറ്റ് സിലബസ് ഗ്രേഡ് 10th മാത്തമാറ്റിക്സിലെ 5th ചാപ്റ്ററായ ട്രിഗണോമെട്രി അഥവാ ത്രികോണമിതി എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ പേജ് നമ്പർ 104, ക്വസ്റ്റ്യൻ നമ്പർ 5, കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഷോൺ. ചിത്രത്തിലെ ത്രികോണത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ട്രയാങ്കിളിന്റെ ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ട്രയാങ്കിളിന്റെ ഏരിയ അഥവാ പരപ്പളവ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് ഈ ട്രയാങ്കിളിന് പേര് കൊടുക്കാം. ട്രയാങ്കിൾ ABC. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഈ ട്രയാങ്കിളിന്റെ ഏരിയ, അതായത് ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ട്രയാങ്കിളിന്റെ ഈ സൈഡ് ലെങ്ത് തന്നിട്ടുണ്ട്, അതായത് BC ഇസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. സോ ഇത് നമുക്ക് ബേസ് ആക്കി എടുക്കാം. അതായത് ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു BC ഇൻറ്റു ഹൈറ്റ്. സോ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഓപ്പോസിറ്റ് വെർട്ടെക്സ് നിന്ന് ഈ BCയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇതാണ് ഹൈറ്റ്. പോയിന്റ് നമുക്ക് D എന്ന് കൊടുക്കാം. സോ ഹൈറ്റ് എന്ന് പറയുന്നത് AD. ഇവിടെ നമുക്ക് BCയുടെ ലെങ്ത് തന്നിട്ടുണ്ട്. BC ഇസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ. സോ BC നമുക്ക് കിട്ടി. ഇനി ADയുടെ ലെങ്ത് കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ ഈ പെർപെൻഡിക്കുലർ വരച്ചപ്പം നമുക്ക് രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടി. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ADയുടെ ലെങ്ത് ആണ്. ഈ രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ കേസിലും അതിന്റെ സൈഡ്സുകളുടെ ലെങ്ത് നമുക്ക് തന്നിട്ടില്ല. സോ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിന്റെ റേഷ്യോ യൂസ് ചെയ്തിട്ട് സൈഡ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിന്റെ ലെങ്ത് നമുക്ക് കിട്ടണം. സോ ഇവിടെ നമുക്ക് സൈഡിന്റെ ലെങ്ത് തരാത്ത കാരണം നമുക്ക് എന്ത് ചെയ്യാം, ഈ കോമൺ ആയിട്ടുള്ള സൈഡ്, ഈ രണ്ട് ട്രയാങ്കിളിനും കോമൺ ആയിട്ടുള്ള സൈഡ് AD എന്ന് പറയുന്നത് H ആണെന്ന് സങ്കല്പിക്കാം. ദെൻ ഈ Hന്റെ ടേമില് ഈ BDയുടെ ലെങ്ത്തും DCയുടെ ലെങ്ത്തും നമുക്ക് കണ്ടുപിടിക്കാം. ദെൻ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ Hന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. സോ നമുക്കത് എങ്ങനെയാന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഈ ആംഗിൾസിന്റെ വാല്യൂ എത്രയാന്ന് കണ്ടുപിടിക്കണം. സോ കൺസിഡർ ട്രയാങ്കിൾ ADB. ആംഗിൾ BAD is equal to 180 ഡിഗ്രി മൈനസ് ഈ ആംഗിൾ BAD എന്ന് പറയുന്നത് 180ന്ന് ഈ 45ന്റെയും 90 ഡിഗ്രിയുടെയും സമ്മ് സബ്ട്രാക്ട് ചെയ്തതായിരിക്കും. അതായത് 45 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി. സോ ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 90 പ്ലസ് 45, 135 ഡിഗ്രി. സോ ഈക്വൽ ടു 45 ഡിഗ്രി. സോ ഈ ആംഗിൾ നമുക്ക് 45 ഡിഗ്രി എന്ന് കിട്ടി. ദെൻ ഇനി നമുക്ക് കാണേണ്ടത് ഈ ആംഗിൾ ആണ്, ആംഗിൾ DAC. സോ കൺസിഡർ ട്രയാംഗിൾ CAD. ആംഗിൾ CAD is equal to 180 ഡിഗ്രി മൈനസ് ഈ ആംഗിൾ CAD എന്ന് പറയുന്നത് 180ന്ന് ഈ 60 ഡിഗ്രി 90 ഡിഗ്രിയുടെയും സമ്മ് സബ്ട്രാക്ട് ചെയ്തതായിരിക്കും. സോ 90 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി. സോ ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 150. സോ ഈക്വൽ ടു 30 ഡിഗ്രി. സോ ഈ ആംഗിൾ നമുക്ക് 30 ഡിഗ്രി എന്ന് കിട്ടി. അതായത് ഈ ട്രയാംഗിൾ BADയുടെ ആംഗിൾസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 45 ഡിഗ്രി, 45 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. അതിന്റെ സൈഡ്സുകളുടെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, 1:1:√2. സോ ഇവിടെ നമുക്ക് 45 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് H ആണെന്ന് നമ്മൾ സങ്കല്പിച്ചിട്ടുണ്ട്. അതായത് ഈ 45 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് H ആണ്. സോ ഈ 45 ഡിഗ്രി ആംഗിളിനും ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്തായിരിക്കും, H തന്നെ ആയിരിക്കും. സോ നമുക്ക് BD ഇസ് ഈക്വൽ ടു H എന്ന് കിട്ടി. BD ഇസ് ഈക്വൽ ടു H. ദെൻ ഇനി നമുക്ക് കാണേണ്ടത് ഈ DCയുടെ ലെങ്ത് ഈ Hന്റെ ടേമിലാണ്. സോ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ, അതായത് 30 ഡിഗ്രി 60 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി ആംഗിൾ ഉള്ള ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ സൈഡ്സുകളുടെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, 1:√3:2. അതായത് 30 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് X ആണെന്നുണ്ടെങ്കിൽ
60 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്തായിരിക്കും? √3x. 90 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് 2x. സോ ഇവിടെ നമുക്ക് 60 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് h ആണെന്ന് നമ്മൾ സങ്കല്പിച്ചിട്ടുണ്ട്. അതായത് 60 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഇസ് ഈക്വൽ ടു √3x അല്ലെ. √3x ഇസ് ഈക്വൽ ടു h ആണെന്ന് നമ്മൾ സങ്കല്പിച്ചിട്ടുണ്ട്. x ഇസ് ഈക്വൽ ടു h ബൈ, ഈ √3നെ റൈറ്റ് ഹാൻഡ് സൈഡ് കൊണ്ടുപോകുമ്പോൾ h ബൈ √3. സോ x ഇസ് ഈക്വൽ ടു h ബൈ √3 എന്ന് പറയുമ്പം ഈ 30 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്താണ്? x ആണ്. സോ 30 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് എന്താണ്? x ഇസ് ഈക്വൽ ടു h ബൈ √3. സൈഡ് ഓപ്പോസിറ്റ് ടു 30 ഡിഗ്രി ആംഗിൾ ഇസ് ഈക്വൽ ടു x ഇസ് ഈക്വൽ ടു h ബൈ √3. അതായത് ഈ ലെങ്ത് 30 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് DC, അതെന്ന് പറയുന്നത് h ബൈ √3. ഇപ്പൊ നമുക്ക് BD-യുടെ ലെങ്ത്തും DC-യുടെ ലെങ്ത്തും hന്റെ ടേമിൽ കിട്ടി. നമുക്കറിയാം BD പ്ലസ് DC എന്ന് പറയുന്നത് എന്താണ്? BC അല്ലെ. BD പ്ലസ് DC ഇസ് ഈക്വൽ ടു എന്താണ്? BC. BD എന്ന് പറയുന്നത് എന്താണ്? h പ്ലസ് DC എന്ന് പറയുന്നത് എന്താണ്? h ബൈ √3 ഇസ് ഈക്വൽ ടു BC എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് hന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഈ രണ്ട് ടേമിലും h കോമൺ ആണ്. നമുക്ക് hനെ ഔട്ട് ചെയ്യാം. h ഇൻറ്റു ഇവിടെ ബാക്കിയുള്ളത് 1 പ്ലസ് ഇവിടെ ബാക്കിയുള്ളത് 1 ബൈ √3 ഇസ് ഈക്വൽ ടു 4. സോ h ഇൻറ്റു ഇതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ √3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ √3 എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു 4. സോ h ഇവിടെ hന്റെ വാല്യൂ അല്ലേ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ hനെ മാത്രം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിർത്തിയിട്ട് ഈ √3 പ്ലസ് 1 ബൈ √3നെ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് കൊണ്ടുപോകാം. സോ h ഇസ് ഈക്വൽ ടു ഈ √3 ഇവിടെ ഡിവിഷൻ ആണ്. സോ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ എന്തായി മാറും? മൾട്ടിപ്ലിക്കേഷൻ ആയി മാറും. സോ √3 ഡിവൈഡഡ് ബൈ ഇവിടെ ഈ √3 പ്ലസ് 1 എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ റൈറ്റ് ഹാൻഡ് സൈഡ് കൊണ്ടുപോകുമ്പോൾ അത് ഡിവിഷൻ ആയി മാറും. √3 പ്ലസ് 1. ഇവിടെ നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ ഈ hന്റെ വാല്യൂ, അതായത് ഈ AD-യുടെ ലെങ്ത് ആണ് നമുക്ക് 4 ഇൻറ്റു √3 ബൈ √3 പ്ലസ് 1 കിട്ടിയിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ √3ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ hന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ നമുക്ക് h ഇസ് ഈക്വൽ ടു ഇതാണ് കിട്ടിയിട്ടുള്ളത്, 4 ഇൻറ്റു √3 ബൈ √3 പ്ലസ് 1. ഇനി √3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 4 ഇൻറ്റു √3യുടെ വാല്യൂ എന്ന് പറയുന്നത് 1.732 ഡിവൈഡഡ് ബൈ 1.732 പ്ലസ് 1. 4 ഇൻറ്റു 1.732 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 6.928 ഡിവൈഡഡ് ബൈ 1.732 പ്ലസ് 1 എന്ന് പറയുന്നത് 2.732. 6.928 ഡിവൈഡഡ് ബൈ 2.732 നമുക്ക് കിട്ടുന്നത് 2.535. ഇത് നമ്മൾ 2 ഡെസിമൽ പോയിന്റിക്ക് കറക്റ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ 2.54 എന്ന് കിട്ടും. അതായത് hന്റെ ലെങ്ത് 2.54 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ആണ്. സോ ഏരിയ ഇസ് ഈക്വൽ ടു, അഥവാ ഈ ത്രികോണത്തിന്റെ പരപ്പളവ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു BC എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട് 4 ഇൻറ്റു AD എന്ന് പറയുന്നത് h 2.54 ഇസ് ഈക്വൽ ടു 2ഉം 4ഉം കൂടെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 കിട്ടും നമുക്ക്. സോ 2 ഇൻറ്റു 2.54 നമുക്ക് കിട്ടുന്നത് 5.08. Therefore ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ അഥവാ ത്രികോണത്തിന്റെ പരപ്പളവ് ഇസ് ഈക്വൽ ടു 5.08 സെന്റിമീറ്റർ സ്ക്വയർ.